ഈ വർഷത്തെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിരവധി മാറ്റങ്ങളോടുകൂടി ആരംഭിച്ചിരിക്കുന്നത്. 2024 വർഷത്തെ കുടിശ്ശികയായിരിക്കുന്ന 4 മാസത്തിലെ പെൻഷൻ തുകയായ 6400 രൂപയുടെ വിതരണം സമയബന്ധിതമായി സർക്കാർ കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് ജനുവരി മാസത്തിൽ 2 ഗഡു പെൻഷൻ തുക വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം നിലവിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിലെ 1 ഗഡു കൂടി അനുവദിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതനുസരിച്ച് 3200 രൂപ വീതമാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിച്ചു തുടങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണത്തിനും നടത്തിപ്പിനുമായി കേന്ദ്രം കൂടുതൽ തുക അനുവദിച്ചത്. അതോടുകൂടി മുടങ്ങിക്കിടക്കുന്ന വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിനായി സർക്കാരിന് വഴിയൊരുക്കുകയായിരുന്നു. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവരിൽ നിരവധി അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്ന് വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളെ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുകയും ഏറ്റവും അർഹതപ്പെട്ടവരിലേക്കായി വിതരണം ചുരുക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി ജനുവരി മാസത്തിൽ ആദ്യഘട്ടം എന്നോണം ആദ്യ ഗഡു പെൻഷൻ തുകയാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത്. 2 ഗഡു പെൻഷൻ തുകയാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി തുക വിതരണം സജീവമാകും. അനർഹരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പെൻഷൻ പട്ടിക പ്രസിദ്ധീകരിക്കാൻ സമയമെടുക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ തുക വിതരണം ചെയ്യുന്നതിന് നിലവിലെ പട്ടികയിൽ കടന്നുകൂടിക്കൊണ്ടിരിക്കുന്ന അനർഹർ തുക തട്ടിയെടുക്കുന്നതിന് കാരണമാകും. അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്നവർ ജനുവരി 31 മുമ്പ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുക. പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നത് വരാൻ പോകുന്ന ബജറ്റിന് വെല്ലുവിളിയായിരിക്കുന്ന സാഹചര്യത്തിലാണ് വരാൻ പോകുന്ന ബജറ്റിന് മുന്നോടിയായി പെൻഷൻ തുക വിതരണം ചെയ്യാൻ നിർബന്ധിതരായിരിക്കുന്നത്. വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിലേക്കായി സർക്കാർ നടത്തിയ കടപ്പത്ര ലേലത്തിലൂടെ കഴിഞ്ഞ ദിവസം 2600 കോടി രൂപയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കാൻ സാധിച്ചത്. 26 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവരിൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നില്ല എന്ന പരാതിയും, ഇതോടൊപ്പം തന്നെ തുക ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വലിയൊരു തുക കുറവ് വരുന്നുണ്ട് എന്ന പരാതിയും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സുപ്രധാന അറിയിപ്പാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വിവിധ സ്കീമുകളിലായി 8 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര വിഹിതവും കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക കൈമാറുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും തുക എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ പെൻഷൻ തുക കൈപ്പറ്റുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത സീറോ ബാലൻസ് അക്കൗണ്ട് വഴി ആണെങ്കിൽ അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ മനസ്സിലാക്കുക, ഈ അക്കൗണ്ട് വഴി ഒരു വർഷം നടത്താവുന്നതിലപ്പുറം ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാക്കി മാറ്റേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നിക്ഷേപിക്കുന്ന സാഹചര്യത്തിൽ ഇടപാടുകൾ കൂടുതൽ നടത്തിയതിന്റെ ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളവർക്ക് തുകയിൽ കുറവ് വരാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ നിന്നും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ചേഞ്ച് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.